നമസ്കാരം. മഹാവിസ്ഫോടനത്തിന് ശേഷം പ്രപഞ്ചത്തിന് വെറും 850 മില്യൺ വർഷം മാത്രം പ്രായമുള്ള കാലഘട്ടത്തിൽ, അതായത് പ്രപഞ്ചത്തിൻ്റെ പ്രാരംഭ ദശയിൽ തന്നെ അത്ഭുതകരമാം വിധം വളർച്ചയും പക്വതയും പ്രാപിച്ച ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു. മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെയും മറ്റ് അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനങ്ങളിലെയും ജ്യോതിശാസ്ത്രജ്ഞർ ഉൾപ്പെട്ട സംഘമാണ് പ്രപഞ്ച ചരിത്രത്തിലെ തന്നെ ഏറ്റവും പഴയ മിന്നിത്തിളങ്ങുന്ന ക്വാസർ കണ്ടെത്തിയത്. ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള വാതകങ്ങളുടെയും പൊടിയുടെയും വക്രവലയം ആധുനിക കാലത്തെ തമോഗർത്തങ്ങളെപ്പോലെ തികച്ചും ശാന്തവും പരന്നതുമായ ഘടനയിലാണെന്ന കണ്ടെത്തൽ ശാസ്ത്രലോകത്തെ ഒന്നടങ്കം ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. പ്രശസ്ത ശാസ്ത്രമാസികയായ നേച്ചർ ആസ്ട്രോണമിയിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം പ്രപഞ്ചത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലെ നക്ഷത്ര സമൂഹങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള നിലവിലെ പല സിദ്ധാന്തങ്ങളെയും തിരുത്തിയെഴുതാൻ പോകുന്നതാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ഗാലക്സികളുടെയും നമ്മൾ ജീവിക്കുന്ന ക്ഷീരപഥത്തിൻ്റെ പോലും മധ്യഭാഗത്ത് ഒരു ഭീമൻ ബ്ലാക്ക് ഹോൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ബ്ലാക്ക് ഹോളുകൾ സജീവമാകുമ്പോൾ അവയ്ക്ക് ചുറ്റുമുള്ള കോസ്മിക് പദാർത്ഥങ്ങളെ ഒരു വലിയ ചുഴിയെപ്പോലെയുള്ള താപനിലയത്തിലേക്ക് ഇവ വലിച്ചെടുപ്പിക്കും. ഇത്തരത്തിൽ അതിശക്തമായ ഗുരുത്വാകർഷണം കാരണം പദാർത്ഥങ്ങൾ തമോഗർത്തത്തിലേക്ക് പതിക്കുമ്പോൾ അവ അമിതമായ ഊർജം പുറത്തുവിടുകയും പ്രകാശമാനമാവുകയും ചെയ്യും. പ്രപഞ്ചത്തിലെ ഏറ്റവും ഊർജ്ജസ്വലവും തിളക്കമാർന്നതുമായ ഇത്തരം സജീവ തമോഗർത്തങ്ങളെയാണ് ശാസ്ത്രലോകം ക്വാസറുകൾ എന്ന് വിളിക്കുന്നത്. ഇവ തങ്ങളിലേക്ക് വലിച്ചെടുക്കുന്ന പദാർത്ഥങ്ങളുടെ അളവ് വളരെ കൂടുതലായതിനാൽ അവ പുറത്തുവിടുന്ന പ്രകാശം ആ ഗാലക്സിയിലെ മുഴുവൻ നക്ഷത്രങ്ങളുടെയും വെളിച്ചത്തേക്കാൾ ശക്തമായിരിക്കും. ഈ പ്രകാശത്തിൻ്റെ വ്യതിയാനങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെയാണ് സജീവമായ തമോഗർത്തങ്ങൾ അവയ്ക്ക് ചുറ്റുമുള്ള ഗാലക്സികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കുന്നത്. മുമ്പും ശാസ്ത്രജ്ഞർ പ്രപഞ്ചത്തിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ നിന്നുള്ള നിരവധി ക്വാസറുകളെ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും അവയൊക്കെ വെറും പ്രകാശബിന്ദുക്കളായി മാത്രമാണ് ദൃശ്യമായിരുന്നത്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രപഞ്ചത്തിൻ്റെ പുലരിയിൽ നിന്നുള്ള ഒരു ക്വാസർ മെഴുകുതിരി ജ്വാല പോലെ മിന്നിത്തിളങ്ങുന്നത് ഗവേഷകർ നേരിട്ട് നിരീക്ഷിക്കുന്നത്. ഈ മിന്നിത്തിളങ്ങൾ കേവലം ഒരു കാഴ്ചയല്ല, മറിച്ച് തമോഗർത്തത്തിലേക്ക് വാതകങ്ങൾ എങ്ങനെയാണ് ഒഴുകിയെത്തുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. തമോഗർത്തത്തിൻ്റെ ഭക്ഷണ രീതിയെയും അതിൻ്റെ വലയത്തിൻ്റെ ഘടനയെയും കുറിച്ച് മനസ്സിലാക്കാൻ ഈ പ്രകാശ വ്യതിയാനങ്ങൾ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. ഏകദേശം 12 ട്രില്യൺ സൂര്യന്മാരുടെ അത്രയും തിളക്കമുള്ള ഈ ക്വാസർ അതിൻ്റെ പ്രകാശത്തിൽ 20% വ്യതിയാനങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാണ് പഠനത്തിൽ പറയുന്നത്. അതായത് ഏതാണ്ട് 2 ട്രില്യൺ സൂര്യന്മാരുടെ വെളിച്ചത്തിന് തുല്യമായ അളവിലാണ് ഇതിൻ്റെ പ്രകാശം കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഈ കണ്ടെത്തൽ പ്രപഞ്ചശാസ്ത്രത്തിൽ വലിയൊരു നിഗൂഢതയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ തുടക്കകാലത്ത് ഇത്രയും വലിയ തമോഗർത്തങ്ങൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് രൂപപ്പെട്ടു എന്നതാണ് ശാസ്ത്രജ്ഞരെ കുഴയ്ക്കുന്ന ചോദ്യം. സാധാരണയായി ഒരു തമോഗർത്തത്തിന് ചുറ്റുമുള്ള വാതകവലയം പരന്നതും നേർത്തതുമായ പാൻകേക്ക് ആകൃതി കൈവരിക്കുന്നത് അത് പൂർണ്ണ വളർച്ചയെത്തി ശാന്തവും സ്ഥിരതയുള്ളതുമായ അവസ്ഥയിലാകുമ്പോഴാണ്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ രൂപം കൊള്ളുന്ന ബ്ലാക്ക് ഹോളുകൾ വളരെ അസ്ഥിരവും അരാജകത്വം നിറഞ്ഞതുമായിരിക്കണം എന്നാണ് ഭൗതിക ശാസ്ത്രജ്ഞർ അനുമാനിച്ചിരുന്നത്. അവയുടെ വാതകവലയം പരന്നതാകുന്നതിന് പകരം വീർത്തതും താറുമാറായതുമായ ഘടനയിലായിരിക്കേണ്ടതായിരുന്നു. എന്നാൽ 850 മില്യൺ വർഷം മാത്രം പ്രായമുള്ള ഈ ക്വാസർ ആധുനിക തമോഗർത്തങ്ങളെപ്പോലെ പക്വത കാണിക്കുന്നത് സൂചിപ്പിക്കുന്നത് നമ്മൾ വിചാരിച്ചതിലും വളരെ മുൻപ് തന്നെ ഇവിടെ അതിവേഗത്തിലുള്ള വളർച്ചാ ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എന്നതാണ്. ഇത്രയും ദൂരെയുള്ള ഒരു വസ്തുവിൻ്റെ പ്രകാശ വ്യതിയാനം കണ്ടെത്തുക എന്നത് ശാസ്ത്രജ്ഞർക്ക് വലിയൊരു സാങ്കേതിക വെല്ലുവിളിയായിരുന്നു. പ്രപഞ്ചം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെയുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്തുമ്പോഴേക്കും അത് തരംഗദൈർഘ്യം കൂടി ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിലേക്ക് മാറും. ഇതിനാണ് റെഡ് ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. പ്രകാശത്തിന് മാത്രമല്ല സമയത്തിനും ഈ വികാസം ബാധകമാണ്. അതായത് യഥാർത്ഥത്തിൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് സംഭവിക്കുന്ന പ്രകാശ വ്യതിയാനം ഭൂമിയിലെത്തുമ്പോൾ മാസങ്ങളുടെ ദൈർഘ്യത്തിലാണ് അനുഭവപ്പെടുക. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നാസയുടെ ഒവൈസ് എന്ന ബഹിരാകാശ ദൂരദർശിനി 14 വർഷം കൊണ്ട് ശേഖരിച്ച ഇൻഫ്രാറെഡ് ഡേറ്റയാണ് ശാസ്ത്രജ്ഞർ ഉപയോഗിച്ചത്. ദീർഘകാലത്തെ ഈ ഡാറ്റ സൂക്ഷ്മമായി പുനഃപരിശോധിച്ചപ്പോഴാണ് കൃത്യമായ മാതൃകയില്ലാത്ത മെഴുകുതി നാളം പോലെ മിന്നിത്തിളങ്ങുന്ന ഈ പ്രപഞ്ച പ്രതിഭാസത്തെ തിരിച്ചറിയാൻ സാധിച്ചതും അതിൻ്റെ പരന്ന വാതക വലയത്തിൻ്റെ ഘടന വിശകലനം ചെയ്തതും. ഭീമാകരമായ തമോഗർത്തങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഇന്നത്തെ പ്രപഞ്ചത്തിലെ ഒരു ഗാലക്സിയും ഈ രീതിയിൽ നിലനിൽക്കില്ല എന്ന് ശാസ്ത്രജ്ഞർ സാക്ഷ്യപ്പെടുത്തുന്നു. ഗാലക്സികളുടെ ആവാസ വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിൽ ഇവയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ 1 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ തന്നെ 200-ലധികം വലിയ തമോഗർത്തങ്ങളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും അവയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഈ പുതിയ പഠനത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ കണ്ടെത്തലോടെ പ്രപഞ്ചത്തിലെ ആദ്യ ഭീമൻ തമോഗർത്തങ്ങൾ രൂപപ്പെടാൻ കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിലേക്ക് വെളിച്ചം വീശാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിരിക്കുകയാണ്. ഭാവിയിൽ ഇതിലും പഴക്കമുള്ള കാലഘട്ടത്തിലേക്ക് ദൃഷ്ടി പായിക്കാനും തമോഗർത്തങ്ങളുടെ പ്രാരംഭ വികാസങ്ങൾ നേരിട്ട് കണ്ടെത്താനുമാണ് ഗവേഷണ സംഘം ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.